ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എയിം ഫോർ PSC MEM ചാനൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 ജൂലൈ 30 നടന്ന LD ക്ലർക്ക്, അക്കൗണ്ടൻറ്റ്, കാഷ്യർ, ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ്, ഗ്രേഡ് 1 അസിസ്റ്റൻറ്റ് എന്നീ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 97/2024. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളുടെ ചാനലായ എയിം ഫോർ PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഭാഗം ഡിസ്കസ് ചെയ്ത് എയിം ഫോർ PSC MEM ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഭാഗത്തിലെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക. അത് ഡിലീറ്റഡ് ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 72ാമത്തെ ചോദ്യം. 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ദ ഹോൾ റൈസ് ടു 1/3. 11 ക്യൂബ് പ്ലസ് 20 സ്ക്വയർ മൈനസ് 3 ദ ഹോൾ റൈസ് ടു 1/3. അപ്പോൾ ഇതിനകത്ത് ഒരു പരിധിവരെ ബോർഡ് മാസിൻ്റെ ഭാഗവും അതേപോലെ തന്നെ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിൻ്റെ ഭാഗവും എന്ന രീതി രണ്ട് പാർട്ടിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഈ ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1331 പ്ലസ് 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 400. 20 × 20 ആണ് 400 എന്നാണ് ഉത്തരം വരുന്നത്. മൈനസ് 3 ദ ഹോൾ റൈസ് ടു 1/3. അപ്പോൾ ആദ്യം 1331 400 കൂടി ആഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 1731 നമുക്ക് കിട്ടുക. മൈനസ് 3 ദ ഹോൾ റൈസ് ടു 1/3. 1731 നിന്നും 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 1728 കിട്ടും. ദ ഹോൾ റൈസ് ടു 1/3. ഒരു നമ്പർ റൈസ് ടു 1/3 എന്ന് പറയുമ്പോൾ, അതായത് A റൈസ് ടു 1/3 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും 1728ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 1728ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു 12 ആണ് വരുന്നത്. അതായത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ D ആണ് വരുന്നത്. 12 ആണ് വരുന്നത്. അപ്പോൾ ഒരു PSC ഉദ്യോഗാർത്ഥി 12 വരെ എങ്കിലും ക്യൂബുകൾ പഠിച്ചു വെക്കണം. 25 വരെയെങ്കിലും ഉള്ള സ്ക്വയറുകളും അതേപോലെ തന്നെ ഒരു 12 അല്ലെങ്കിൽ 15 വരെയുള്ള ക്യൂബുകൾ പഠിച്ചു വെക്കേണ്ടതാണ്. എന്നാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതുമാണ്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. 73ാമത്തെ ചോദ്യം. 3, 8, 15, 24 അടുത്ത ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് എന്താ? 3, 8, 15, 24. ഇനി ഇത് കഴിഞ്ഞുള്ള ടേം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ വാല്യൂസ് നോക്കിക്കേ. 3, ഒന്നാമത്തെ ടേം 3 ആണ്, അടുത്ത 8 ആണ്, 15 ആണ്, 24 ആണ്. ഇവ ആദ്യം നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ഇവരേതെങ്കിലും AP ആണോ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ആണോ, അതോ തമ്മിൽ വേറെ എന്തെങ്കിലും ഒരു സ്ക്വയറുകളുമായിട്ട് ബന്ധമുണ്ടോ, ക്യൂബുകളുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം ഇത് AP ആണോ എന്ന് നോക്കുമ്പം ഒരേ രീതിയിലല്ല, കോമൺ ഡിഫറൻസ് ഇത്തിരി വ്യത്യാസമുണ്ട് അല്ലേ. 8ൽ നിന്നും 3 കുറയ്ക്കുകയാണെങ്കിൽ നമുക്കിവിടെ 5 ആണ് കിട്ടേണ്ടത്. അതേപോലെ തന്നെ 15ൽ നിന്നും 8 കുറയ്ക്കുമ്പോൾ 7 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. 8ൽ നിന്നും 3 കുറച്ചപ്പോൾ ഇവിടെ 5 ആണ് കിട്ടുന്നത്. 15ൽ നിന്നും 8 കുറച്ചപ്പോൾ 7 ആണ് കിട്ടിയത്. അതായത് തന്നിരിക്കുന്ന ടേംസ് എത്ര വെച്ചാണ് ആഡ് ചെയ്യുന്നത്? 3ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 8 കിട്ടി.
8ൻ്റെ കൂടെ 7 കൂട്ടിയപ്പോൾ 15 കിട്ടി. 15ൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 24 കിട്ടി. അപ്പോൾ 5, 7, 9 ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് അല്ലേ, അതായത് ഒറ്റസംഖ്യകളല്ലേ. 3ൻ്റെ കൂടെ ഒറ്റസംഖ്യ ആഡ് ചെയ്ത് 5 എന്ന ഒറ്റസംഖ്യ ആഡ് ചെയ്താണ് 8 കിട്ടിയത്. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള 5 കഴിഞ്ഞാൽ വരുന്ന ഒറ്റസംഖ്യയാണ് 7, 7 ആഡ് ചെയ്തു. 7 കഴിഞ്ഞ് വരുന്ന ഒറ്റസംഖ്യയാണ് 9, 9 ആഡ് ചെയ്ത് 15ൻ്റെ ഒപ്പം 9 കൂട്ടിയാണ് 24. അപ്പോൾ സ്വാഭാവികമായിട്ടും 24ൻ്റെ ഒപ്പം 11 ആയിരിക്കും ആഡ് ചെയ്യുക. 9ന് ശേഷമുള്ള ഒറ്റസംഖ്യ 11 അപ്പോൾ നമ്മുടെ ഉത്തരം വരേണ്ടത് 24 + 11 ചെയ്യുമ്പോൾ എത്രയാണ് വരേണ്ടത്? 35 വരേണ്ടത്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, 35. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 74ാമത്തെ ചോദ്യം. രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? അപ്പോൾ അതിൽ ഫസ്റ്റ് എക്സാമിന് ആ കുട്ടിക്ക്, അതായത് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കാണ് രാജു എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയത്. 2ാം പാദ പരീക്ഷയിൽ ആ കുട്ടിക്ക് എത്ര കിട്ടി? 48 മാർക്ക് കിട്ടി. 3ാമത്തെ പരീക്ഷയിൽ എത്ര മേടിച്ചാലാണ് ഇവ മൂന്നിൻ്റെയും കൂടി ആവറേജ് 60 ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 3ാമത്തെ പരീക്ഷയിൽ എത്ര ആ കുട്ടി മേടിക്കണം എന്ന്, അല്ലെങ്കിൽ എത്ര കിട്ടാവുന്നത് എന്നൊക്കെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യാം. നമുക്ക് തേർഡ് പരീക്ഷയിൽ 3ാം പാദ പരീക്ഷയിൽ ആ കുട്ടിക്ക് കിട്ടുന്ന മാർക്കിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണ്. നമുക്കറിയത്തില്ല, അതല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ 1ാം പാദ പരീക്ഷയ്ക്ക് കിട്ടിയ 62 പ്ലസ് 2ാം പാദ പരീക്ഷയ്ക്ക് കിട്ടിയ 48 പ്ലസ് എക്സ്. ഇവയുടെ ആവറേജ് ആണല്ലോ 60 എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെ 3 കൊണ്ട്, അതായത് 3 നമ്പേഴ്സ് ആണല്ലോ ഉള്ളത്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 60 ശരാശരി കിട്ടുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 3നെ ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. 62 പ്ലസ് 48 പ്ലസ് എക്സ് ഈക്വൽ ടു 60 ഇൻറ്റു 3. 62ഉം 48ഉം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 110 ആയിരിക്കും കിട്ടുന്നത്. പ്ലസ് എക്സ് ഈക്വൽ ടു 60 ഇൻറ്റു 3 180 എന്നാണ് വരുന്നത്. ഇനി എക്സ്, ഈ വാല്യൂ എക്സ് അവിടെ തന്നെ നിൽക്കും. 110 എന്ന് പറയുന്ന വാല്യൂവിനെ ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്ത് കൊണ്ടുപോകും. അതായത് 180 മൈനസ് 110, 180 മൈനസ് 110. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 70 വരുന്നത്. അതായത് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 70 വരുന്നത്. 3ാം പാദ പരീക്ഷയിൽ 70 മാർക്ക് നേടുകയാണെങ്കിൽ ആ കുട്ടിയുടെ 3 പരീക്ഷകളുടെയും കൂടി ശരാശരി എന്ന് പറയുന്നത് 60 മാർക്ക് കിട്ടും. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 75ാമത്തെ ചോദ്യം. രാഹുൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്നും വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? അപ്പം ഇതൊരു മെൻ്റൽ എബിലിറ്റി പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഡയറക്ഷനെ ബേസ് ചെയ്താണ്, ദിക്കുകളെ വെച്ചുള്ളതാണല്ലോ. അപ്പം നമ്മൾ ദിക്കിൻ്റെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ഈ ദിക്കിൻ്റെ ഒരു വരച്ചിടുന്നത് വളരെ നല്ലതായിരിക്കും. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു പോകരുതല്ലോ. അപ്പോൾ ഇത് നമുക്കറിയാം, നോർത്ത്, ഇവിടെ സൗത്ത് വരും, ഇത് വെസ്റ്റ് വരും, ഇത് ഈസ്റ്റ് വരും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇത് തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, അതേപോലെ കിഴക്ക്. ഇനി നമുക്ക് വരച്ച് നോക്കാം ആ കുട്ടി ഏത് രീതിയിലായിരിക്കും പോകാമെന്ന് നമുക്ക് നോക്കാം. അപ്പം രാഹുൽ പടിഞ്ഞാറ് നിന്നാണ്, അതായത് ഈ ഒരു പോയിന്റിനെ ഞാൻ എടുത്തേക്കുകയാണ്. ഓ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പം രാഹുൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് 5 കിലോമീറ്റർ, അതായത് ഇങ്ങോട്ട് 5 കിലോമീറ്റർ ആ കുട്ടി കവർ ചെയ്തു. അപ്പോൾ
ഇതിൻ്റെ ശ്രദ്ധിക്കണം, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വലത്തേക്കാണ് ആ കുട്ടി തിരിയുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു ലെഫ്റ്റ് എന്ന് കാണിക്കാനും ഇടതെന്ന് കാണിക്കാനും ഇവിടെ 6 എന്നും കൊടുക്കുകയാണ്. അപ്പം കിഴക്കോട്ട് സഞ്ചരിക്കുന്ന, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ആളുടെ വലതുവശം ഇവിടെയും ഇടതുവശം ഈ ഭാഗത്തുമായിരിക്കും വരുന്നത്. ഇനിയും അവിടെ നിന്ന് ഇയാൾ എങ്ങോട്ടാണ് തിരിഞ്ഞത്? അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പം ആദ്യം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് 5 കിലോമീറ്റർ, അവിടെ നിന്നും വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ വലത്ത് ഇങ്ങോട്ടാണല്ലോ, വലത്തോട്ട് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഇയാൾ 3 കിലോമീറ്റർ സഞ്ചരിച്ചു, 3 കിലോമീറ്റർ കവർ ചെയ്തു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ. അപ്പോൾ ഇവിടെയും ഞാൻ വലതും ഇടതും കൊടുക്കണം. അപ്പം ഇതാണ് ലെഫ്റ്റ് വരുന്നത്, ഇത് റൈറ്റ് വരും. ഇനി ഇവിടെ നിന്നും എങ്ങോട്ടാ? ഇടത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ, അതായത് ഈ വശത്തേക്ക് തിരിഞ്ഞ് അയാളൊരു 4 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴും അയാളുടെ ഇതാണ് ലെഫ്റ്റ് വരുന്നതും ഇത് അയാളുടെ റൈറ്റ് പോർഷൻ വരുന്നതും. ഇനി ഇവിടെ നിന്നോ 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു, അവിടെ നിന്ന് ഇടത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പം ഇതാണല്ലോ ഇടത്, ഇവിടോട്ട് 3 കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചു, 3 കിലോമീറ്റർ സഞ്ചരിച്ചു, 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? അപ്പോൾ ശ്രദ്ധിച്ച്, അയാൾ തുടങ്ങിയത് ഈ സൈഡിൽ നിന്നാണ്, 5 കിലോമീറ്റർ പോയി, അത് കഴിഞ്ഞ് വീണ്ടും 3 കിലോമീറ്റർ, വീണ്ടും 4, വീണ്ടും 3 സഞ്ചരിച്ച് ഒരു പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്? ഇവിടെ തുടങ്ങിയത് 5, ഈ പോയിന്റ് വരെ 5 വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ഇവ തമ്മിലുള്ള അകലം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ തമ്മിലുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ, അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു പാർട്ട് തന്നെയല്ലേ ഇവിടെയും വരിക, ഇവിടെ എത്രയാണോ അത് തന്നെയാണ് ഈ പോർഷനിലും വരുന്നത്. ഇവിടെ 4 കിലോമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ 4 കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. അപ്പോൾ 9 + 4 = 9 കിലോമീറ്റർ ആയിരിക്കും അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നുമുള്ള അയാളുടെ കിലോമീറ്ററിന് അകലം വരുന്നത്. അപ്പോൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, 9 കിലോമീറ്റർ. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. നമ്മളുടെ ടെലിഗ്രാം ചാനലായ aim4PSCയിൽ എന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ പുതിയ SCERT ടെക്സ്റ്റിൻ്റെ ക്ലാസ്സുകളും ലൈവായിട്ട് എടുക്കുന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം. ഇനിയും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഒക്കാത്തവർക്ക് നമ്മളുടെ aim4PSC ചാനലിലും അതേപോലെ തന്നെ aim4PSC MEM ചാനലിലും അതിൻ്റെ ഈ ലൈവ് ക്ലാസ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുമായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 76ാമത്തെ ചോദ്യം. 0.36 × 6.25 the whole divided by 0.5 × 0.5 × 0.06. ഇപ്പോൾ എന്താണ് വാല്യൂസ്? 0.36 × 6.25 the whole divided by 0.5 × 0.5 × 0.06. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് തന്നെ ഹരിച്ചു പോകാവുന്നതേ ഉള്ളൂ. നമുക്കിവിടെ അത് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടോ 0.06 അല്ലെങ്കിൽ 0.06 എന്ന് പറയുന്ന വാല്യൂ, ഇവിടെ 0.36. നമുക്കറിയാം 6 × 6 ചെയ്താൽ 36 കിട്ടും. അപ്പോൾ 0.06 × 6 ചെയ്യുമ്പോൾ 0.36 ആയിരിക്കും വരുന്നത്. അതായത് ഞാൻ ഈ സംഖ്യയും ഇതിനെ വെട്ടി ഇവിടെ 6 വരുന്നതായിരിക്കും. അടുത്തത് 0.5ഉം 6.25ഉം കൂടി ഞാൻ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? ഇവിടെ
12.5 എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇനി വീണ്ടും ഈ 0.5നെയും 12.5നെയും കൂടി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 25 എന്ന് പറയുന്ന ഉത്തരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 6 × 25 ചെയ്ത് കഴിയുമ്പോഴോ 6 × 25 ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്നതായിരിക്കും. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഡെസിമൽ പോയിന്റ്സ് വരുന്നതുകൊണ്ട് ഒരുപക്ഷെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു സംശയം തോന്നാം. അപ്പോൾ അതിന് മറ്റൊരു വഴിയും കൂടി കാണിക്കാം. അതായത് തുടക്കക്കാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി, അതായത് 0.36 × 6.25 ഡിവൈഡഡ് ബൈ 0.5 × 0.5 × 0.06. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഈ 0.5ഉം 0.5ഉം കൂടി തമ്മിൽ ഇൻറ്റു ചെയ്യുക. 5 × 5 25 ആണ്. അപ്പോൾ 0.5 × 0.5 ചെയ്യുമ്പോഴോ പോയിന്റിന് ശേഷം 2 നമ്പേഴ്സ് വേണം. അപ്പം 5 × 5 25 ആണെങ്കിൽ ഇവിടെ 0.25. അപ്പം ആ വാല്യൂസ് ഞാൻ ഇവിടെ എഴുതാം. ഇനിയിപ്പം 0.36 × 6.25 ഡിവൈഡഡ് ബൈ 0.5 × 0.5 ചെയ്യുമ്പം 0.25 എന്ന് വരും ഇൻറ്റു 0.06. ഇനിയും ഇതിൻ്റെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ എല്ലാം ഡെസിമൽ പ്ലേസുകൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് താഴെ തന്നിരിക്കുന്ന 0.25ൻ്റെ ഡെസിമൽ പ്ലേസ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെ 100 വെച്ച് ഗുണിക്കണം. അതേപോലെ തന്നെ 0.36ൻ്റെ ഡെസിമൽ പോയിന്റ് മാറ്റണം എന്നുണ്ടെങ്കിലും 100 വെച്ച് ഗുണിക്കണം. ഇത് തന്നെയാണ് 0.06ലും 6.25ലും ചെയ്യുന്നത്. അതായത് തന്നിരിക്കുന്ന ഓരോ ടേംസിനെയും 100 കൊണ്ട് ഗുണിക്കണം. അപ്പം അങ്ങനെ എഴുതാം. 0.36 × 100 × 6.25 × 100 ഡിവൈഡഡ് ബൈ 0.25 × 100 ഇൻറ്റു 0.06 × 100. അപ്പോൾ എത്രയാണ്? 0.36 × 100 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 36 എന്നായിരിക്കും വരുന്നത്. അതായത് ഈ ഡെസിമൽ പോയിന്റ് 2 സ്ഥാനം മാറ്റി ഇപ്പുറത്ത് വരും. ഇൻറ്റു 6.25 × 100 ചെയ്യുമ്പോൾ അത് 625 എന്നാകും. 625 ബൈ താഴെ 0.25 × 100 ചെയ്യുമ്പോൾ അത് 25 ആകും. ഇൻറ്റു 0.06 × 100 ചെയ്യുന്നത് 6 ആകും. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 6നെ കൊണ്ട് ഞാൻ 36നെ വെട്ടുന്നു. ഇവിടെ 6 ശിഷ്ടം വരും. 6 വരുന്നത് 25നെ ഞാൻ 625നെ 25 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 25 കിട്ടും. അപ്പോൾ 6 × 25 എന്ന് പറയുമ്പോൾ 150 ഉത്തരം ലഭിച്ചിരിക്കുന്നു. അതായത് ഓപ്ഷൻ സി 150. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. 77ാമത്തെ ചോദ്യം. ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം. അപ്പോൾ നമുക്ക് നോക്കാം. ആനന്ദ് എന്ന് പറയുന്നൊരു കുട്ടി, ആനന്ദ് അവൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ, ഇത് അച്ഛൻ, അച്ഛൻ്റെ സഹോദരിമാരാണ് ആരൊക്കെയാണ്? അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രേണുവിനെ ഞാൻ കുറച്ച് താത്തെഴുതുവാണേ. രേണുവും. അപ്പം ആനന്ദിൻ്റെ അച്ഛൻ, ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ, അതുകൊണ്ടാണ് അവരെ ഒരു ലൈനിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഒരേ ചെയിനിനകത്ത്, രാഖിയും രേണുവും. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? രാഖിയുടെ അമ്മയുടെ. അപ്പം അതായത് രാഖിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ ആനന്ദിൻ്റെ അച്ഛൻ്റെ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ, അതായത് ഒരേ ഒരു മകൻ എന്ന് പറയുന്ന ആനന്ദിൻ്റെ അച്ഛൻ,
മകൻ്റെ ഭാര്യയാണ് നിഷ. അപ്പോൾ ഇവിടെ നിഷ വരും, നിഷ വരുന്നത്. അപ്പോൾ എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം. നിഷയുടെ ആരാണ് ആനന്ദ്? മകനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. അതായത് ഈ ചോദ്യത്തിൽ ആനന്ദ് എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി ട്രീ എന്ന് പറയുന്ന ആ ടൈപ്പിൽ വരുന്ന ഒരു ചോദ്യമാണ്. ഫാമിലി അനാലിസിസ്, ട്രീ അനാലിസിസ് അല്ലെങ്കിൽ പെഡിഗ്രി അനാലിസിസ് എന്നൊക്കെ പറയുന്ന രീതിയാണ്. ആനന്ദ് എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖി, രേണു. രാഖയുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഖിയുടെ അമ്മ എന്ന് പറയുമ്പം ആനന്ദിൻ്റെ അച്ഛൻ്റെയും അതേപോലെ രേണുവിൻ്റെ അമ്മയാണ്. ആ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ എന്ന് പറഞ്ഞു. ആ അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുന്ന ആനന്ദിൻ്റെ അച്ഛനാണ്. അയാളുടെ ഭാര്യയാണ് നിഷ. എങ്കിൽ ആനന്ദും നിഷയും തമ്മിലുള്ള ബന്ധം ആനന്ദിൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ നിഷയുടെ മകനാണ് ആനന്ദ്. ഓപ്ഷൻ എ മകനാണ് ഉത്തരമായിട്ട് വരുന്നത്. കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 78ാമത്തെ ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? അപ്പോൾ നമുക്ക് നോക്കാം. ആപ്പിൾ APPLE. ആപ്പിൾ എങ്ങനെയാണ് കോഡിൽ എഴുതി വയ്ക്കുന്നത്? ETTPI. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എ കഴിഞ്ഞ് ഇ വരുന്നു, ഇവിടെ എക്ക് ഇ വരുന്നു, പിക്ക് ടി വരുന്നു, വീണ്ടും പിക്ക് ടി, എല്ലിന് പി, ഇക്ക് ഐ. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സെയിം ആണോ എങ്കിൽ, അല്ലെങ്കിൽ എത്രയാണോ വ്യത്യാസം വരുന്നത് അത് തന്നെയായിരിക്കും ഈ ഓറഞ്ചിലും വരുന്നത്. അപ്പോൾ നോക്കൂ, ABCD, അതായത് 3 ആൽഫബറ്റുകൾക്ക് ശേഷമുള്ളതാണ് വന്നിരിക്കുന്നത്. അതേ രീതി തന്നെയാണ് PQRS, അത് കഴിഞ്ഞാണ് ടി വരുന്നത്. അപ്പോൾ ഇവിടെയും തമ്മിൽ 3 തന്നെ, അത് തന്നെയാണ് അടുത്തതിലും വന്നിരിക്കുന്നത്. LMNO, O കഴിഞ്ഞ് P, 3 ആൽഫബറ്റുകൾക്ക് ശേഷമാണുള്ള ആൽഫബറ്റ് എടുത്തേക്കുന്നത്. ഇനി EFGH, H കഴിഞ്ഞ് I. അപ്പോൾ ഈ കോഡിൽ ആൽഫബറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന 3 ആൽഫബറ്റുകളാണ്. അപ്പോൾ ഓറഞ്ച് എങ്ങനെയായിരിക്കും എഴുതുക എന്ന് നമുക്ക് നോക്കാം. ORANGE, ഓറഞ്ച്. ഓയ്ക്ക് ശേഷം 3 ആൽഫബറ്റുകൾക്ക് ശേഷമുള്ള ആൽഫബറ്റ്, അല്ലെങ്കിൽ 4ാമത്തെ OPQR, ഇവിടെ S ആയിരിക്കും വരുന്നത്. ഇനി 6 കഴിഞ്ഞ് 4ാമത്തെ RSTUV ആയിരിക്കും വരുന്നത്. നമുക്ക് ഏടെ നേരത്തെ തന്നിട്ടുണ്ട് അല്ലേ? ആപ്പിളിനകത്ത് നമുക്ക് ഏടെ അറിയാം, ഏടെ തന്നെയാണ്, ഇ തന്നെയാണ്. അപ്പം ഇവിടെ ഇ തന്നെ കൊടുക്കാം. ഇനി എന്നിൻ്റെ നമുക്ക് നോക്കാം. NOPQ, ഇവിടെ 6 ആയിരിക്കും വരുന്നത്. ഇനി GHIJK ആയിരിക്കും വരുന്നത്. ഈടെ നമുക്കറിയാം ഐ ആണ്, നേരത്തെ ആപ്പിളിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ SVERKI, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. SVERKI. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 79ാമത്തെ ചോദ്യം. 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? ഇവിടെ ഡിസ്റ്റൻസ് ടൈം എന്നുള്ള ആ ഒരു പോർഷനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓടി വരേണ്ട ഇക്വേഷൻ ഉണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമ്മളിത് കൊച്ചു ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അത് നമുക്കിവിടെ ഫിസിക്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഈ മാത്സ് PSC ചോദ്യങ്ങളിൽ മാത്സിൽ ഒരു ചോദ്യം തന്നെയാണ്, മാത്സ് ഭാഗത്തു നിന്നും ചോദിക്കുന്നതാണ്. സ്പീഡ് കണ്ടുപിടിക്കാൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ടൈം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ടേംസും കൂടെ എഴുതാം. സ്പീഡ് എത്രയാണ് തന്നിരിക്കുന്നത്? 60 km/മണിക്കൂർ, അതായത് 60 km/h. ഇനി ഡിസ്റ്റൻസ് എത്രയാണ് തന്നിരിക്കുന്നത്? ഡിസ്റ്റൻസ് എന്താണ്? സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിന്
ആരെയാണ്? വഴിയരികിൽ നിൽക്കുന്ന വ്യക്തിയെ, ഒരു വ്യക്തിയെ കടന്നു പോകാനാണ്. അപ്പം ആ വ്യക്തിയുടെ നീളമൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, അയാളെ പെട്ടെന്ന് കടന്നു പോവുകയല്ലേ. അപ്പം നമ്മളിവിടെ ട്രെയിനിൻ്റെ നീളം മാത്രം നോക്കിയാൽ മതി, 200 മീറ്റർ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സമയമാണ്, ആ വ്യക്തിയെ കടന്നു പോകാൻ എടുക്കുന്ന സമയം എത്ര. ഇനി നമുക്കിവിടെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാവോ നോക്കാം. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്, യൂണിറ്റ്. ഇത് കിലോമീറ്ററിൽ തന്നിരിക്കുന്ന സ്പീഡ്, km/h. നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് തന്നിരിക്കുന്ന മീറ്ററിലാണ്. അതോടൊപ്പം നമ്മുടെ ഓപ്ഷൻസ് ശ്രദ്ധിച്ചേ, എല്ലാം സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ സ്പീഡിനെ km/h എന്നുള്ള ഈ സ്പീഡിനെ ഞാൻ m/s കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് 60 എന്ന് പറയുന്ന km/h ആ സ്പീഡിനെ 1000/3600 കൊണ്ട് ഗുണിക്കണം. ഇതിനു മുമ്പ് ചെയ്ത് നമ്മളൊരു ചോദ്യത്തിൽ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000/3600 ചെയ്യുന്നതിന് പകരം ആ തന്നിരിക്കുന്ന km/h 5/18 5/18 കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. ഇപ്പം ഇവിടെ ഞാൻ 5/18 ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ 60ഉം 18ഉം 6ൻ്റെ ഗുണിതങ്ങളാണ്, മൾട്ടിപ്പിൾസ് ആണ്. 6 3 18 എന്ന് കിട്ടും. 6 × 10 ചെയ്താൽ നമുക്ക് 60ഉം കിട്ടും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് 5 × 10 ചെയ്യുക. അപ്പോൾ 50/3 എന്ന് നിൽക്കും. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ഇതിനെ നമ്മൾ ജസ്റ്റ് കൺവേർട്ട് ചെയ്തതന്നേ ഉള്ളൂ. നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം ഇവിടെ നിൽക്കുക. അപ്പം ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതാം. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഞാൻ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാ? ടൈം അല്ലേ? ടൈം = ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് ഞാൻ എഴുതി. സ്പീഡ് താഴേക്ക് വന്നു, ടൈം മേളിലേക്ക് പോയി. അത് ഈക്വൽ ടു സൈഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് വന്നു. ഇനി ടൈം = ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 200 മീറ്റർ. അതിന് മാറ്റമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ സ്പീഡ് എത്രയായിരുന്നു കിട്ടിയത്? 50/3 m/s ആയിരുന്നു നമ്മുടെ സ്പീഡായിട്ട് വന്നത്. 50/3 m/s ആണ് സ്പീഡ് വന്നത്. അതിവിടെ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 50/3. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 3 മേളിലേക്ക് പോകും. അപ്പോൾ എങ്ങനെ എഴുതും? 200 × 3 / 50. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ 200നെ 50 കൊണ്ട് ഹരിക്കുമ്പോൾ 4 കിട്ടുന്നത്. 4 × 3 12. ടൈം എന്തിലാണ്? സെക്കൻഡിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 12 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. അതായത് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇത് തിരിച്ചും അത് റീഅറേഞ്ച് ചെയ്ത് പല രീതിയിൽ ചോദ്യം ചോദിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ടൈം കണ്ടുപിടിക്കാൻ, സ്പീഡ് കണ്ടുപിടിക്കാൻ രീതി ചോദിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് കടക്കാം. ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം, 80ാമത്തെ ചോദ്യം. 15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് 15 സെൻറ്റിമീറ്റർ ആരം എന്ന് പറയുമ്പം റേഡിയസ് ആണ് വരുന്നത്. റേഡിയസ് വരുന്ന ഒരു ഗോളം, ഒരു ഗോളത്തിനെ അവരെന്താക്കി മാറ്റി? ഉരുക്കി ഒരു കുഞ്ഞു ഗോളങ്ങളാക്കി. എത്ര? 27 ഗോളങ്ങൾ, 27 ചെറുഗോളങ്ങളാക്കി, 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി മാറ്റി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ വലിയ ഗോളത്തിനെ ഉരുക്കിയാണ് കുഞ്ഞു ഗോളങ്ങൾ അല്ലെങ്കിൽ ഒരേ വലിപ്പമുള്ള 27 ഗോളങ്ങളാക്കി മാറ്റിയത്. അപ്പോൾ ഈ വലിയ ഗോളത്തിൻ്റെ വോളിയവും കുഞ്ഞു ഗോളങ്ങളുടെ 27 ഗോളങ്ങളുടെ വോളിയവും സെയിം ആയിരിക്കും. അവർക്ക് വലുതിനെ ഉരുക്കി ചെറുതാക്കിയപ്പോൾ വലുതിൻ്റെ അതേ വോളിയം തന്നെയാണ് ഈ 27 ചെറുതുകൾക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരേ തുല്യമായിരിക്കുന്നവർക്കും വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വോളിയം സെയിം അല്ലേ? അതുകൊണ്ട് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. വലിയ ഗോളത്തിൻ്റെ ലോഹഗോളത്തിൻ്റെ റേഡിയസിനെ ഞാൻ R1 എന്നും കുഞ്ഞു ഗോളങ്ങളുടെ അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള ആ 27 ഗോളങ്ങളുടെ റേഡിയസിനെ ഞാൻ R2 എന്ന് കൊടുക്കുകയാണ്.
അപ്പോൾ ഗോളത്തിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? 4/3πr³ ആണ് വോളിയം. വോളിയം ഓഫ് സ്പിയർ, ഗോളം അല്ലേ? ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു R1 എന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 4/3πr⁻³ = 27 × 4/3πr⁵. 27 വന്ന് തന്നെ 27 ചെറുഗോളങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളവരെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. 4/3 ഇവിടെയും 4/3 π. ഇനിയിപ്പോൾ ഇവിടെ R⁻³ = 27 × R⁵ എന്നാണ്. അപ്പം നമുക്ക് R1 എത്രയാണ് തന്നിരിക്കുന്നത്? വലിയ ഗോളത്തിൻ്റെ എത്രയാണ് ആരം തന്നിരിക്കുന്നത്? 15 സെൻറ്റിമീറ്റർ. 15³ = 27 × R⁵. അപ്പോൾ നമുക്ക് R2 ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15³ / 27 = R⁵. അപ്പോൾ 15³ ഞാൻ ഇങ്ങനെ തന്നെ എഴുതാം. 15 × 15 × 15 / 27 നമുക്ക് 27 എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ 3ൻ്റെ ക്യൂബ് അല്ലേ? 3 × 3 × 3 എന്ന് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 27 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആ 27 എക്സ്പെക്ട് ചെയ്ത് 3 × 3 × 3 എന്ന് എഴുതി. അപ്പോൾ = R⁵. അപ്പോൾ ഇതിൽ നിന്ന് ഇവയെല്ലാം കട്ട് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഇവിടെ 5, വീണ്ടും 5, 5. അപ്പോൾ നമുക്ക് R⁵ ആണ് 5 × 5 × 5 എന്ന് വരുന്നത് അല്ലേ? R⁵ = 5 × 5 × 5. അപ്പോൾ 6 എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യൂബ് റൂട്ട് അല്ലേ? അല്ലെങ്കിൽ R2 എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യൂബ് റൂട്ടായ 5 സെൻറ്റിമീറ്റർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. 5 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഈ സ്പിയർ പോലുള്ള 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സിൻ്റെ വോളിയവും ഏരിയ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 10 ചോദ്യങ്ങളും കവർ ചെയ്തിരിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.